ആ സത്യം എഴുന്നേറ്റോ മോളെ? എഴുന്നേറ്റെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ അങ്ങോട്ട് പോയില്ല. ചെന്ന് നമ്മള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഞാനും നീ വളർന്ന ചുറ്റുപാടിലല്ല സത്യമോള് വളരുന്നത്. നമ്മൾ സഹിച്ചും ക്ഷമിച്ചും വളർന്നതുപോലെ നമ്മുടെ മക്കളും വളരുമെന്ന് നമ്മൾ കരുതരുത്. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അവിടെ നമുക്കൊരു സ്ഥാനവുമില്ല. വാശി കൊണ്ട് അവരെ നേടാവുന്നതെല്ലാം നേടും. ഭാഷയൊക്കെ കാണിക്കട്ടെ, പക്ഷെ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലെന്താ? ഇങ്ങനെ വിശപ്പ് സഹിച്ചിരുന്ന ചിലപ്പോ അവൾക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ അവള് മനസ്സിലാക്കാത്ത? വാശിയുടെ കാര്യത്തിൽ നീയും മോശമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇതുപോലെ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കില്ലായിരുന്നു. കാരണം എന്താ? അച്ഛനെ പേടിയായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ. അന്നും ഇന്നും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയാ അച്ഛൻ ജീവിക്കുന്നത്. കണ്ടില്ലേ, ഒരു പോക്ക് പോയിട്ട് ഈ വഴിക്ക് കാണാനേ ഇല്ല. ഇനി ഏതെങ്കിലും സുപ്രഭാതത്തിൽ തിരിച്ചു വരും. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞൊരു കോലമായിട്ടുണ്ടാവും. പിന്നെയും കുറച്ച് നാൾ കടിച്ചു പിടിച്ച് ഇവിടെ നിൽക്കും. പിന്നെ നേരെ നിൽക്കാന്നാവുമ്പോ ഒരൊറ്റ പോക്ക് പോവും. ഇപ്പോ എവിടെയുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതൊന്നും കൃത്യമായിട്ട് പറയില്ലല്ലോ. കാശിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കും. ഒരു ജീവിതം. മക്കളെ കുറിച്ചുള്ള ചിന്ത അന്നുമില്ല ഇന്നുമില്ല. മക്കളെ കാണണമെന്നുമില്ല, അച്ഛനെ കാണണമെന്ന് മക്കൾക്കുമില്ല. പക്ഷെ സത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മോളെ. അച്ഛന്റെ സ്ഥാനം അവളുടെ മനസ്സിൽ വല്ലാതെ വേരോർച്ചു കഴിഞ്ഞു. ആ തണലിലും ആ കരുതലിലും ജീവിക്കാൻ ആ കുഞ്ഞു മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു സാഹചര്യം, വഴി, അത് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സത്യയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അമ്മേ, അമ്മേ, കഴിക്കാൻ എന്താന്ന് വെച്ച് എടുത്തോട്ടോ, നല്ല വിശപ്പുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? കഴിക്കാൻ താന്നേ. എടി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതിനെന്തെങ്കിലും എടുത്തു കൊടുക്ക്. കൊടുക്കാം. അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാം മോളെ. ഞാൻ കൈ കഴുകിയിട്ട് വരാവേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞിന്റെ മുഖത്തൊരു തെളിച്ചം വന്നല്ലോ. സന്തോഷം കാണുന്നുണ്ട്.